വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖത്തിന്റെ നാൾവഴികൾ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി നയനാർ മുതൽ അഹമ്മദ് ദേവർകോവിൽ വരെയുള്ളവരെ പേരെടുത്ത് അഭിനന്ദിച്ചപ്പോഴായിരുന്നു ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയത്. പ്രതിപക്ഷത്തു നിന്ന് എം വിൻസെന്റ് MLA മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതയിലേക്ക് കുതിക്കുമ്പോൾ പദ്ധതിയുടെ ക്രെഡിറ്റ് സംബന്ധിച്ച വിവാദം പുകയുകയാണ്. ഇതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മദർഷിപ്പ് സ്വീകരണ ചടങ്ങിൽ പരാമർശിക്കാതെ മുഖ്യമന്ത്രി വിഴിഞ്ഞം നാൾവഴികൾ വ്യക്തമാക്കിയതും ചർച്ചയാകുന്നത്. 2006-ൽ LDF സർക്കാരാണ് പദ്ധതിക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കാൻ ശ്രമം തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2012-ൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ LDF ജനകീയ കൺവെൻഷനുകൾ നടത്തി. 2016-ൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പദ്ധതിക്ക് വേഗം വെച്ചു. അദാനി മുതൽ സ്ഥാനമൊഴിഞ്ഞ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ വരെ മുഖ്യമന്ത്രി പേരെടുത്ത് പരാമർശിച്ചിരുന്നു. എന്നാൽ പദ്ധതിക്ക് തറക്കല്ലിട്ട ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല. പ്രതിപക്ഷത്തു നിന്ന് കോവളം MLA എം വിൻസെന്റ് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു. പദ്ധതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഒരുപാട് പഴികൾ കേട്ടു. ജീവിച്ചിരുന്നെങ്കിൽ ഈ ദിവസം ഏറ്റവും സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്നും എം വിൻസെന്റ് പറഞ്ഞു. ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ അദാനി പോർട്ട് ചെയർമാൻ കരൺ അദാനിയും ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ സംബന്ധിച്ച് ചടങ്ങിൽ പരാമർശിച്ചു. To the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project, and also to the many leaders present here who put aside all their political differences to see Kerala's dream come true. ക്ഷണമില്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. ശശി തരൂർ MPയും വിട്ടുനിന്നു. ലത്തീൻ സഭ പങ്കെടുക്കില്ലെന്നറിയിച്ചെങ്കിലും കോട്ടപ്പുറം പള്ളി വികാരി ചടങ്ങിലെത്തിയിരുന്നു. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് തുറമുഖത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇടതു വലതു മുന്നണികൾ ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തിയിട്ടുണ്ട്. ക്രെഡിറ്റ് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ വരും ദിവസങ്ങളിലും സജീവമാകാനാണ് സാധ്യത. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.